നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് പാലക്കാട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ അത് വെട്ടിമുറിച്ച് ഉള്ളാൾ ഉൾപ്പെടെയുള്ള മംഗലാപുരത്തിന് ആരംഭിച്ച് ഉള്ളാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവിടെ നിന്നും മാറ്റുന്ന വിധത്തിലുള്ള തീരുമാനം വന്നിരുന്നതിന് എതിരായി അതിൽ വസ്തുതകൾ എത്രത്തോളം ഭയാനകമാണെന്നതിനെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. ശരിക്കും ഈ തീരുമാനം ഫലത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ പാലക്കാട് ഡിവിഷൻ്റെ എല്ലാ പ്രസക്തിയും ഇല്ലാതാവും. നാമമാത്രമായിട്ട് മാത്രം അത് അവശേഷിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2007 സേലം ഡിവിഷൻ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഗതി വളരെ അപകടത്തിലേക്ക് പോവുകയാണ്. നെല്ല് അങ്ങ് സർവൈവ് ചെയ്ത് വരികയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ വിഭജനം വന്നിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ബാക്കിയായി വരുന്ന ഭാഗം വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള തകർച്ചയിലേക്ക് പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ഈ എടുത്തു മാറ്റുന്ന മേഖല ഇതിൻ്റെ ആത്മാവാണ്. അതിൻ്റെ സാമ്പത്തികമായ സ്രോതസ്സുണ്ട്, മറ്റെല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്ന് പറയുന്നത് തുറമുഖ മേഖലയിലാണ് ഉള്ള ഭാഗങ്ങൾ എടുത്തു കളയുന്നത്. പാലക്കാട് ഡിവിഷൻ്റെ ഏറ്റവും വലിയ അനുകൂല ഘടകമെന്ന് പറയുന്നത് ഈ തുറമുഖ പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഇപ്പോൾ വരുമ്പോൾ അങ്ങോട്ടുള്ള എല്ലാ വിധത്തിലുള്ള പുതിയ സംരംഭങ്ങളും ഇല്ലാതാകും. നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് പൂർണ്ണമായും ഇല്ലാതാകുന്ന സ്വഭാവത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ അതിന് ഫലമായിട്ട് വരുന്ന ചരക്ക് നമുക്കെല്ലാവരും അറിയാവുന്ന കാര്യമാണ്. പോർട്ട് കഴിഞ്ഞ പോലെയുള്ള അതുപോലെയുള്ള മേഖലകളിലെ ട്രാഫിക് മറ്റ് കാര്യങ്ങൾ സംഗതികളൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന മാറ്റങ്ങൾ ഗതാഗതങ്ങളുടെ സാധ്യത ഇതും വളരെ വലിയ ഒരു നഷ്ടമാണ്. എക്കോണമിക്കലായിട്ട് പിന്നെ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പുതിയ അലോട്ട്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. വണ്ടികൾ തന്നെ പുതുതായിട്ടുള്ളത് ഇനി അലോട്ട് ചെയ്ത് സെൻട്രൽ പോയിന്റിൽ നമുക്ക് നേരത്തെയുള്ള ഒരു സ്റ്റാറ്റസ് ഇല്ലാതാകുമ്പോൾ അത് സാധാരണഗതിയിലുള്ള ഇന്നത്തെ മേഖലയിൽ വരുന്നതിന് വളരെ തടസ്സമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംഗതിയില്ല. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ മേഖലയും നമുക്ക് പറഞ്ഞാൽ സാധാരണക്കാരൻ ഓരോ ദിവസവും ബാധിക്കുന്ന ഈ ക്യൂകളുടെ കാര്യത്തിൽ തന്നെ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെയുള്ള മറ്റ് പല സംഗതികളും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ആളുകൾക്ക് ആശ്രയിക്കാൻ മറ്റ് ഡിവിഷനിലേക്ക് പ്രത്യേകിച്ച് മൈസൂർ അതൊക്കെയുള്ള മേഖലയിൽ വരുമ്പോൾ നമ്മൾ ഒന്നുമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ റൂട്ട് കിലോമീറ്ററിൻ്റെയൊക്കെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ലെങ്ത് ഇപ്പോൾ ഉണ്ടാവാതെ നിൽക്കുന്ന സമയത്ത് കൂടുതൽ ഫണ്ടുകൾ അങ്ങോട്ട് വരില്ല. പ്ലാനിങ് നടത്തുന്ന സമയത്ത് അതിൻ്റെ പ്രസക്തി ഇല്ലാതാവും. അപ്പോൾ പുതിയ വണ്ടികൾ ഉണ്ടാവില്ല, പുതിയ ഇന്നോവേഷനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഉള്ളിടത്ത് തന്നെ പുതിയ നിലയിൽ ഫണ്ട് ഇറക്കാൻ സാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അത്തരം സംഗതികൾ ഇതിൽ ഏറ്റവും വിചിത്രമായൊരു കാര്യം MKR വിശദമായിട്ട് പറയും. ഇതിൽ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഓഫീസേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചു, അവരറിയ പോലും ഇല്ല എന്നുള്ള സ്ഥിതിയാണ്. ഇത്ര വലിയ ഒരു സ്ഥാപനത്തിന് തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ലോക്കൽ റീജിയണലായിട്ടുള്ള ഓഫീസേഴ്സിന് പാലക്കാട് ഡിവിഷനിൽ ഇപ്പോൾ ഉള്ളവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണ പോലും ഇല്ലാത്ത വിധത്തിലാണ്, ദുരൂഹമായൊരു സാഹചര്യത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം നമ്മുടെ MP-മാർ ഇന്നലെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ തുടർന്നിട്ട് MKR പറയും. ഏതായിരുന്നാലും ശരി, ഈ കാര്യത്തിൽ അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ MP-മാരെന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റിയാക്ട് ചെയ്യുകയാണ്. ബാക്കി ഈ തലങ്ങൾ മുഖ്യമന്ത്രി തന്നെ സംസാരിച്ച കാര്യം നിങ്ങൾ പത്രത്തിൽ കണ്ടു. വളരെ സജീവമായിട്ട് ആ നിലയിലുള്ള പ്രക്ഷോഭമായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കൂടി ശ്രീ K. രാഘവൻ സംസാരിക്കും.
ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന്, പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനെടുത്ത തീരുമാനത്തിനെതിരെ ആഗസ്റ്റ് 26 തിരുവോണ ദിവസം പാലക്കാട് DRM ഓഫീസിന് മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ MP-മാർ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഓൺലൈനിൽ ചേർന്ന MP-മാരുടെ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അതിൻ്റെ വസ്തുതകൾ കുറേ ഇവിടെ എഴുതി പറയുമുണ്ടായി. ഒന്ന്, ഇതിൻ്റെ അകത്ത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ടായ അന്നത്തെ കേന്ദ്ര സഹമന്ത്രി, റെയിൽവേ സഹമന്ത്രി വേലു, അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് സേലം, കോയമ്പത്തൂരെല്ലാം വെട്ടിമുറിക്കുകയും സേലം ഡിവിഷൻ രൂപീകരിക്കുകയും അത് സദേൺ റെയിൽവേയുമായി ബന്ധപ്പെടുത്തിയുമുണ്ടായി. അതിനുശേഷം നടക്കുന്ന രണ്ടാമത്തെ ഒരു ക്രൂരതയാണ് നമ്മോട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് റെയിൽവേ ഡിവിഷനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ 2 ചിറകുകളും വെട്ടി എറിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞു വരുമെന്ന് ഭയപ്പെടുന്ന ആളാണ് ഞാൻ. ഇപ്പം നേരത്തെ ET പറഞ്ഞു, നമ്മുടെ ഈ പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ വരുമാന സ്രോതസ് കൂടുതൽ മംഗലാപുരം പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. 16ഓളം ട്രെയിൻ നമുക്ക് അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. 1000 കോടിയിൽ പരം നഷ്ടമാണ് നമുക്ക് വരിക. 1000 കൂടും. കണക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 1200 കോടിയോളം നഷ്ടം വരും നമുക്ക്. മംഗലാപുരം റെയിൽവേ മേഖല നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന നഷ്ടമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിൽ മൈസൂർ ഡിവിഷനുമായി ചേർക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഇത് നേരത്തെ ഈ ശ്രമം ഉണ്ടായിരുന്നു 3-4 വർഷം മുമ്പ്. ഞങ്ങളെന്നൊക്കെ അതിശക്തമായി എതിർത്തോടു കൂടിയാണ് അത് പിന്നോട്ട് പോയത്. ഒരു പ്രാദേശികവാദം വല്ലാതെ ഉയർന്നു വരികയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മുടെ ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ മറ്റേ നമ്മുടെ ഇവിടെ മാംഗ്ലൂർ വഴിയുണ്ട്, ഹാസൻ വഴിയുണ്ട്. അത് നേരത്തെ ഞാൻ തന്നെ പേഴ്സണലായിട്ട് പോയി നേരത്തെ ഇവരെല്ലാം കണ്ട് ഹുബ്ലി പോയി അവിടുത്തെ GM-നെ കണ്ടു, ചെന്നൈ GM-നെ കൊണ്ട് എല്ലാവരും സംബന്ധിച്ചൊടുവിൽ ടൈം ടേബിൾ പോലും ഒരുക്കി റെഡിയായി, എക്സ്റ്റൻഷൻ തീരുമാനമായി. പക്ഷേ മംഗലാപുരത്ത് അന്നത്തെ MP പരാതി കൊടുത്ത് നിർത്തിവെക്കപ്പെട്ടു. പിന്നെയും പിറകെ നടന്നിട്ടാണ് വീണ്ടും എക്സ്റ്റൻഷൻ ഇപ്പോൾ യാഥാർത്ഥ്യമായത്, കോഴിക്കോട് നീട്ടിക്കിട്ടിയത്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ സംസാരിക്കണ്ടേ? ഇത് കേവലം ഒരു പാർട്ടിയുടെ വിഷയമല്ല, ഒരു പ്രദേശത്തിൻ്റെ വിഷയമല്ല. ഇത് എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കേരളത്തിലെ മന്ത്രി സുരേഷ് ഗോപി മുൻകൈയെടുക്കണം എൻ്റെ അഭിപ്രായക്കാരൻ ഞാൻ. കേരളത്തിലെ BJP നേതൃത്വം മുൻകൈയെടുക്കണം ഈ വിഷയത്തിൽ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ പോയ മന്ത്രി സുരേഷ് ഗോപി മുൻകൈയെടുക്കണം, കേരളത്തിലെ BJP നേതൃത്വം മുൻകൈയെടുക്കണം. കേരളത്തോടും മലയാളികളോടും കാണിക്കുന്ന കടുത്ത അവഗണനയാണ്, അപമാനമാണ് കാര്യമേത്. ഈ കേരളം എന്നൊരു സംസ്ഥാനത്തിന്റെ ഭാഗമായി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരികയാണ്. നിങ്ങൾ ആലോചിക്കണേ, ഇപ്പോൾ കേരളത്തെ തന്നെ നിസ്സാരവൽക്കരിക്കുകയും ഒരുതരം അപമാനത്തിൽ കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. ഇത്രയും ക്രൂരമായ ഒരു സമീപനമാണ്. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത് മംഗലാപുരത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ട നടപടിയാണ് എടുത്തത്. മംഗലാപുരത്ത് നേരത്തെ 3 സോണിൽപ്പെട്ട റെയിൽവേ ഉണ്ടായിരുന്നു. ഒന്ന്
സദേൺ റെയിൽവേയിലും മറ്റൊന്ന് മൈസൂരു ഡിവിഷനിലും മറ്റൊന്ന് കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ട് ചിതറി കിടക്കുകയാണ്. അതാണ് ആ മേഖലയുടെ റെയിൽവേ വികസനത്തിന് തടസ്സമായിരുന്നു. അതിന്റെ മാറ്റാനുള്ള നടപടിയാണ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും കർണാടകയിലെ എല്ലാ MP-മാരും കൂടെ നിന്നുള്ള ഒരു നീക്കം കുറേ കാലങ്ങളായിട്ട് ഇതിന് പിന്നിലുണ്ട് എന്നും പറയുന്നുണ്ട്. അല്ല അതിൻ്റെ അകത്ത് BJP MP തന്നെയാണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കാലത്ത് BJP MP അവിടുത്തെ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഇദ്ദേഹം നമ്മുടെ നളിൻ കട്ടിലായിരുന്നു. അദ്ദേഹം പ്രകടമായി ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രെയിനിൻ്റെ എക്സ്റ്റൻഷൻ കോഴിക്കോടൊക്കെ കണ്ണൂർ വന്ന് 6-7 മണിക്കൂർ വെറുതെ കിടക്കുന്നു ഐഡിയലായിട്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ എല്ലാവരും ആലോചിച്ച് തീരുമാനമായി, ടൈമിംഗ് ആയി, പുറത്തു വന്നു. അത് ഇദ്ദേഹം കത്ത് കൊടുത്ത് നിർത്തി. കാരണം അങ്ങനെ വന്നാൽ അവിടുത്തെ റിസർവേഷൻ കോട്ടയെ ബാധിക്കുന്ന പറഞ്ഞത്. സമ്മതിച്ചില്ല. ഒടുവിൽ പിറകെ നടന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് എക്സ്റ്റൻഷൻ യാഥാർത്ഥ്യമാക്കി നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവർ പ്രാദേശികമായിട്ടുള്ള വാദം ഉയർത്തി വരികയാണ്, നമ്മൾ ആലോചിക്കണം. അവിടെ കേരളത്തിലെ BJP ഈ കാര്യത്തിൽ എന്തു പറയുന്നു? കേരളത്തിലെ BJPയും ഈ കാര്യത്തിൽ മുമ്പിൽ നിൽക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ കാര്യത്തിൽ അതെ, നമ്മൾ സ്വാഭാവികമായിട്ട് അല്ല, ഞങ്ങൾ എല്ലാവരുമായി സഹകരിക്കാൻ തയ്യാറാണ്. കാരണം നമുക്കിത് നാടിന്റെ പൊതുവായ വിഷയമാണ്. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല. എല്ലാവരും ഒരുമിച്ച് ഇല്ല, പറഞ്ഞിട്ടില്ല. ഞങ്ങളിന്നലെ MP-മാരുടെ യോഗം ചേർന്നു രാത്രി ഓൺലൈനിൽ. അപ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ പോകണം നിർബന്ധമായി. കാരണം ആളുകൾ വല്ലാതെ അല്ലെങ്കിൽ പാനിക്കായി മാറും എന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിൻ്റെ അത് വല്ലാത്ത അങ്കലാപ്പ് ആശങ്കയുണ്ടാവും. കാരണം ഇതിനാരും ഇല്ലേന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് മലബാറിലെ MP-മാരാണ് അതിൽ മുൻകെടുത്തത്. അതാണ് ഏത് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല. ആരുമായി ഞാൻ പറഞ്ഞില്ലേ, BJP പോലും വന്നാൽ ഞാൻ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നാടിന്റെ പൊതുവായ വിഷയമാണ്. ഞങ്ങൾ സംസാരിക്കും. അല്ല, ഞങ്ങൾ അവരുമായി സംസാരിക്കാതെയും എല്ലാവരുമായിട്ട് ഒരു വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭത്തിന്റെ സ്വഭാവത്തിലേക്ക്, ആ ഡയമെൻഷനിലേക്ക് ഒരു ഇത് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി. മീറ്റിംഗ് തന്നെ, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാവില്ല. അല്ല, ഞങ്ങൾ അവരുമായി ബന്ധപ്പെടാൻ വേണ്ടി നമ്മുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC-യോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ KC-യുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ ആദ്യഘട്ടം നിലക്ക് DRM ഓഫീസിന് മുമ്പിൽ ഇരിക്കാൻ തീരുമാനിച്ചത്. രണ്ടാം ഘട്ടം ഡൽഹിയിൽ വെച്ച് സർവേ ചെയ്യും. ആ വിഷയം KC ബന്ധപ്പെട്ട കർണാടകത്തിലെ PCC-യുമായി സംസാരിക്കും, മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. അല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. ഇതിപ്പോൾ BJP-യുടെ നിലപാടാണ്. BJP ഇതിൻ്റെ അകത്ത് കാണിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാദേശികമായിട്ടുള്ള വാദം ഉയർത്തുകയാണ്. ഏത് മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ച് കേരളം ഈ റെയിൽവേയുടെ വികസനം തന്നെ ഇല്ലാതായ അവസ്ഥയിലേക്ക് പോവുകയാണ് ഇങ്ങനെയാണെങ്കിൽ. കാരണം നേരത്തെ ET പറഞ്ഞ പോലെ പിന്നെ പാലക്കാട് ഡിവിഷൻ ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അളവടങ്ങൾ നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. അതും ചെയ്യും. അങ്ങനെ ഒരു അതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇനിയും അത് അംഗീകരിച്ചില്ലല്ലോ, റെയിൽവേ ബോർഡ് അംഗീകരിച്ചില്ലല്ലോ. ഇപ്പം നേരത്തെ തന്നെ ഇപ്പം നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ലൈൻ, ആ ലൈൻ തന്നെ റെയിൽവേ ബോർഡും സ്റ്റേറ്റ് ഗവൺമെന്റ് MOU ഒപ്പിട്ടതാ. ആലോചിക്കണം, 50-50 എടുക്കാന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഇപ്പോൾ അല്ലേ സ്തംഭിച്ച അവസ്ഥയാണ് ഇപ്പോഴും. കാരണം കേരളത്തോട് റെയിൽവേ കാണിക്കുന്ന സമീപനം ഒരിക്കലും ശരിയല്ല. അപ്പോൾ വന്ദേ ഭാരത് വടക്കൻ സംസ്ഥാനത്തിൽ ഇഷ്ടം പോലെ ഓടുകയാണ്, സ്ലീപ്പർ വന്ദേ ഭാരത്. കേരളത്തിൽ അത് വളരെ ഒന്ന് മാത്രമാണ് ഇപ്പം എറണാകുളത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പം കേരളം സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃത്യമായി
റെയിൽവേക്ക് വരുമാനം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതെ, അതിൻ്റെ എക്സ്റ്റൻഷൻ്റെ ചർച്ച നടന്നിരുന്നു. ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ മംഗലാപുരം ഗോവ വന്ദേ ഭാരത് ഹെവി ലോസിലാണ്. അത് ഞാൻ മിനിസ്റ്ററുമായി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അത് കോഴിക്കോടേക്ക് നീട്ടുന്നതിൽ എല്ലാവരും അനുകൂലമാണെന്ന് പറഞ്ഞു. അത് നടപടികൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് എപ്പോഴും വരുന്നത് എനിക്കറിയില്ല. പക്ഷെ അതിന് ശക്തമായ സമ്മർദ്ദം എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് വേറെയല്ലേ, ഇതിൻ്റെ ഒരു ഡിവിഷൻ്റെ പ്രശ്നമല്ലേ. ഒരു ഡിവിഷൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരില്ലേ. അതിൻ്റെ ഒരു റെലവൻസിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നില്ലേ. അപ്പം അത് നിലനിർത്തുക എന്നുള്ള നമ്മുടെ ആദ്യത്തെ ഘട്ടം. മംഗലാപുരം ഇതിൻ്റെ കൂടെ തന്നെ നിർത്തുക, നഷ്ടപ്പെടുന്ന നമ്മുടെ ആദ്യത്തെ ഘട്ടം. അതിൻ്റെ വരുമാനവും എല്ലാം പോവും. കാരണം ട്രെയിനിന് ഒറിജിനേറ്റ് ചെയ്യുന്നു ടെർമിനേറ്റ് ചെയ്യുന്ന എല്ലാം മംഗലാപുരമാണല്ലോ. പിറ്റ് ലൈൻ ഉൾപ്പെടെ വഴിയുണ്ട്. അത് എല്ലാം മാറ്റം വരും. ഇപ്പം റിസർവേഷൻ കോട്ടയിലെ മാറ്റം വരും, എല്ലാം മാറ്റം വരും. വളരെ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ യാത്രക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ പുറത്തെ സ്റ്റേറ്റുകൾ പോകുന്നവരെ സംബന്ധിച്ച് എല്ലാം വളരെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.